Good morning, everyone. ഞാൻ അറഫാത്ത് and welcome to my channel Learn CSS with Arafat. ആൻഡ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് +1 വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന ചാപ്റ്ററിലെ പാഠം 1 ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് നോട്ട്സ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ഈ PPT പ്രസന്റേഷൻ. ആദ്യം നമുക്ക് ചാപ്റ്റർ 1-ൽ നിന്ന് തുടങ്ങാം, ദ ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്. അപ്പൊ എന്താണ് ഡിസിപ്ലിൻ ഓഫ് കമ്പ്യൂട്ടിംഗ്? ആ പേരിൽ തന്നെ ഉണ്ട് ഡിസിപ്ലിൻ. നമ്മൾ ചെറുപ്പം പോലെ കേട്ടിട്ടുണ്ട് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ചിട്ട, ഓക്കെ, ഒരു രീതി. കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻ, പെർഫോമിംഗ് എനിത്തിങ് ലൈക്ക് ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യുക, അതാണ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള ചിട്ടകൾ എന്നാണ് ആദ്യത്തെ ചാപ്റ്റർ കമ്പ്യൂട്ടർ സയൻസിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആദ്യം നമ്മൾ കമ്പ്യൂട്ടർ ഇൻ എവറി ഡേ ലൈഫ്. കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ്, നമുക്ക് ഡാറ്റ പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻസ് ആണ് കമ്പ്യൂട്ടർ. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിത്യേന യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഏറെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. കുറെ പേര് എന്ത് ചെയ്യും, പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താണ് ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനോട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് എഴുതും. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ലൈൻ ബൈ ലൈൻ എഴുതും. അതിനെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. PPT പ്രസന്റേഷൻ ഇതൊരു പ്രോഗ്രാം ആണ്. ഓക്കെ, നിങ്ങൾ കാണുന്ന യൂട്യൂബ് ഒരു പ്രോഗ്രാം ആണ്. ഇത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അതാണ് പ്രോഗ്രാം. നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നു. ചിലവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ പോയി ആ ക്ലർക്ക് യൂസ് ചെയ്യുന്നില്ല, ഞാൻ PPTക്ക് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ യൂസ് ആണ്. ഓക്കെ ഓക്കെ ഇനി എന്താണ് കമ്പ്യൂട്ടർ സയൻസ്? നമ്മുടെ വിഷയം, നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ. അതിനെപ്പറ്റി നമുക്ക് അറിയണം എന്താണ് ഈ കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ജോലിയല്ല കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, കമ്പ്യൂട്ടറിന് ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുക. ഇതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ മെയിൻ ജോലി. ഇതൊരു ഡീപ്പർ ലെവൽ സ്റ്റഡിയാണ് കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, നമുക്ക് ചുമ്മാ ഗെയിം കളിക്കാനും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള സ്റ്റഡീസ് ആണ് ഈ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവരാണ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ്. അപ്പൊ നമ്മളൊക്കെ ഒരു ചെറിയ കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകാരാണ്. അപ്പൊ അവരെന്താണ് ശരിക്കും ചെയ്യുക? നമ്മളൊക്കെ എന്താണ് ഇനി ചെയ്യേണ്ടത്? നമ്മൾ റിയൽ വേൾഡ് പ്രോബ്ലംസ് അനലൈസ് ചെയ്യണം. കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് വരുന്ന റിയൽ വേൾഡ് പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതിനുള്ള പരിഹാരങ്ങൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടോ, ഡിസൈൻ സൊല്യൂഷൻ യൂസിങ് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, സൊല്യൂഷൻ കണ്ടെത്തണം. ഓക്കെ, രണ്ടാമത്. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസിനകത്ത് തിയറിറ്റിക്കൽ മുതൽ പ്രാക്ടിക്കൽ വരെയുള്ള ഓരോ ടോപ്പിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. തിയറിറ്റിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ചെയ്തിട്ട് ഇതിന് അൽഗോരിതം എന്നാണ് പറയുന്നത്. തിയറിറ്റിക്കൽ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പേപ്പറിൽ എഴുതുന്നതാണ്. നമ്മൾ ബ്ലൂ പ്രിന്റ് പോലെ ഒരു വീട് കെട്ടുമ്പോൾ ബേസ്മെന്റ് നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അൽഗോരിതം എഴുതുക. ഇത് പ്രാക്ടിക്കലിലോട്ട് കൊണ്ടുവരിക. വീട് നിർമ്മിക്കാൻ തുടങ്ങുന്നത് പോലെ നമ്മൾ പ്രാക്ടിക്കൽ എഴുതിയത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെയാണ് പ്രാക്ടിക്കൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ എഴുതുന്നതിന്റെ ബേസിലാണ് നമ്മുടെ ഒരു പ്രോഡക്റ്റിന്റെ സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റ്, എന്തായാലും ആപ്പ് ആയാലും വെബ് ഡെവലപ്മെന്റ് വെബ് പേജ് ആയാലും എന്ത് വരുന്നത്, ഒരു നല്ലൊരു ഫിനിഷിംഗ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ആപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അപ്പൊ എന്താ പറഞ്ഞത്, ഇറ്റ് ഇൻവോൾവ്സ് സ്റ്റഡി ഹൗ അൽഗോരിതം വർക്ക്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കണം, എങ്ങനെ അൽഗോരിതം വർക്ക് ചെയ്യുന്നു പഠിക്കണം. അപ്പൊ അതിന് മുന്നേ നമുക്ക് എന്താണ് അൽഗോരിതം എന്ന് മനസ്സിലാവും. അത് ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് പഠിക്കാം. പിന്നെ നമുക്ക് തിയറി എന്താണെന്ന് അറിയണം, ഡിസൈൻ എന്താണെന്ന് അറിയണം, എഫിഷ്യൻസി എന്താണെന്ന് അറിയണം. പിന്നെ എങ്ങനെയാണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ, ഹൗ ദേ യൂസ് ഇൻ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. നമ്മൾ ഇത് യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു അൽഗോരിതം ഉണ്ടാക്കി. തിയറിറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തു, ഡിസൈൻ ചെയ്തു. അതിന്റെ എഫിഷ്യൻസി എത്രത്തോളം സ്പീഡിലാണ് നമ്മുടെ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് തുടക്കമാണ്. അപ്പോൾ ഈ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിൽ എങ്ങനെയാണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന് കൊണ്ടുവരാൻ പറ്റുക, ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ സയൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ഈ കമ്പ്യൂട്ടർ സയൻസ് ഒരു ഡെഫിനിഷൻ ആണ്. ഇതാണ് ഒരു ക്ലിയർ കട്ട് ഡെഫിനിഷൻ. കമ്പ്യൂട്ടർ സയൻസ് ഇസ് ദ സിസ്റ്റമാറ്റിക് ഓർ ഓർഗനൈസ്ഡ് സ്റ്റഡി ഹൗ വി സോൾവ് പ്രോബ്ലംസ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ വെച്ചിട്ട് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും, പിന്നെ ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ് ചെയ്യും. പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, മാനിപ്പുലേഷൻ നടത്തുക. അല്ലെങ്കിൽ നമ്പർ അഡീഷൻ, ഒരു രണ്ട് നമ്പർ എടുക്കുന്നു, രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുന്നു. ഇതൊരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ആണ്. ഓക്കെ, അടുത്തത് കമ്പ്യൂട്ടിംഗിന്റെ എവല്യൂഷൻ. നമ്മൾ ഈ കാൽക്കുലേഷന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു, അബാക്കസ് മുതൽ ഇപ്പൊ സൂപ്പർ കമ്പ്യൂട്ടിംഗ് വരെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ
ഇത് ഈ അബാക്കസ് എന്ന് പറയുന്നത് ടൂളാണ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സും ടൂളാണ്. കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് ഈ ടൂൾസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേഷൻസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് പാർട്ട് ഓഫ് ചാപ്റ്റർ ടോക്സ് അബൌട്ട് ഹൗ കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് ഹാവ് ചേഞ്ച്ഡ് ഓവർ ടൈം. അപ്പോൾ ഈ ചാപ്റ്റർ പറയുന്നത് ഇനി വരാൻ പോകുന്ന ടോപ്പിക് കമ്പ്യൂട്ടിംഗ് ഡിവൈസ് എങ്ങനെയായിരുന്നു സമയങ്ങൾ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരുന്നത്. ഓക്കെ, പുതിയ ഒരു അപ്ഡേഷൻ വരും. മറ്റ് ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസിന്റെ പോരായ്മ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ കമ്പ്യൂട്ടിംഗ് ഡിവൈസിലോട്ട് ജമ്പ് ചെയ്യുന്നു, അത് ഡിസൈൻ ചെയ്യുന്നു. അതിനുവേണ്ടി കാരണം മറ്റിന്റെ പോരായ്മ കൊണ്ടാണ് നമ്മൾ പുതിയതിലോട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെ എങ്ങനെയൊക്കെ ഇവല്യൂഷൻ ജനറേഷൻ വന്നു. പിന്നെ ഹൗ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്ഡ്, എങ്ങനെയായിരുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ചുമ്മാ വെച്ചാൽ പോരാ, അതിന് നമുക്ക് ഡാറ്റ ഇൻഫർമേഷൻ കൊടുക്കാൻ ഒരു ലാംഗ്വേജ് വേണം, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്, അതാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് അലൻ ട്യൂറിംഗ്, വൺ ഓഫ് ദ ഫൗണ്ടർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഫൗണ്ടറാണ് അലൻ ട്യൂറിംഗ്. അലൻ ട്യൂറിംഗ് ഉണ്ടാക്കിയ സിസ്റ്റത്തിന്റെ പേരാണ്, അല്ല, ഒരു കമ്പ്യൂട്ടറിന്റെ പേരാണ് ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു മെഷീനാണ് ട്യൂറിംഗ് മെഷീൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ മെഷീൻ നിന്നിട്ടാണ് നമ്മളിപ്പോ ഈ ഇത്രത്തോളം എന്ത് ചെയ്യുന്ന മോഡേൺ കമ്പ്യൂട്ടറിന്റെ എവല്യൂഷൻ ഇത്രത്തോളം വരാനുള്ള കാരണം അലൻ ട്യൂറിന്റെ മെഷീൻ കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ് ആൻഡ് മെഷീൻ എവല്യൂഷൻ. അടുത്ത പറയാൻ പോകുന്ന ടോപ്പിക്കാണ് കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺസ്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രോസസ് ചെയ്യുക, ടാസ്ക് പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ കാൽക്കുലേഷൻ നടത്തുക. പിന്നെ മെഷീന്റെ എവല്യൂഷനും. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ കമ്പ്യൂട്ടിംഗ് മൈൽ സ്റ്റോൺ എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു നമ്മൾ എണ്ണല് നടത്തിയിരുന്നത്. എണ്ണല് നമ്മൾ 1 2 3 4 എന്ന് പറയുമല്ലോ, അത് ഒരു തുടക്കം ഉണ്ടാവണമല്ലോ. എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്? ആദ്യം ഏർലി കൗണ്ടിങ്സ് എന്ന് വെച്ചാൽ മുന്നത്തെ ആൾക്കാർ എന്തായിരുന്നു, ഈ സ്റ്റിക്സും വടികളും കല്ലുകളൊക്കെ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണം നടത്തിയിരുന്നത്. കൺവേ അന്ന് ഭാഷയൊന്നുമില്ല, അതേ സിമ്പിൾസ് ഒന്നുമില്ല എന്ത് ചെയ്യുക, കൺവേ ചെയ്യാൻ. അപ്പോൾ ഓരോ സ്റ്റിക്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന 1 ഐറ്റം ആയിരിക്കും. ഓക്കെ, അതായിരുന്നു പ്രിമിറ്റീവ് ഹ്യൂമൻ നീഡ്സ് ഫോർ നമ്പർ ഓഫ് സർവൈവർ. അപ്പൊ നമ്പർ ഒരു ആവശ്യകത ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്പേഴ്സ് ഒരു മേജർ റോൾ അന്ന് വഹിച്ചിരുന്നു. ഓക്കെ, നമുക്കല്ല, അവർക്ക് എന്ത് ചെയ്യാൻ, കാര്യങ്ങളൊക്കെ ഒന്ന് എണ്ണാനൊക്കെ, അവരുടെ സാധനങ്ങളെ പറ്റി ഒന്ന് എണ്ണാനും പിന്നെ ഒന്ന് തരംതിരിക്കാനൊക്കെ അവർക്ക് നമ്പേഴ്സ് അത്ര അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് അവർ യൂസ് ചെയ്തിരുന്നത് എന്തായിരുന്നു, സ്റ്റിക്കും സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു. സ്റ്റിക്സും മാർക്സും നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക ഏതാ നമ്പർ എന്ന് വെച്ചിട്ട്. ഓക്കെ, അത് ഡെവലപ്മെന്റ് ഓഫ് നമ്പർ സിസ്റ്റത്തിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു? ആദ്യം ഈജിപ്ഷ്യൻ മുതൽ നമ്മൾ ഈ ഹിന്ദു അറബിക് വരെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈജിപ്ഷ്യനിലെ വെച്ചാൽ ബേസ് 10 ആയിരുന്നു. അവര് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കായിരുന്നു എഴുതിയത്. അറബിക് പോലെ സെപ്പറേറ്റ് സിമ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 1 to 9 ഒരു സിമ്പിൾ, 10 to 90 ഒരു സിമ്പിൾ. അന്ന് 0 സിമ്പിൾ ഇല്ല. ഓക്കെ, 1 ആയിരുന്നു തുടങ്ങുന്നത് നമ്പർ, ആൻഡ് ആസ് എ നാച്ചുറൽ നമ്പർ പോലെ. പിന്നെ ബാബിലോണിയൻസ് ആൻഡ് സമോറിയൻസ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. പിന്നെ അടുത്ത ആൾക്കാർ വന്നു, ഇവരുടെ ബേസ് 16 ആയിരുന്നു. ഇവരുടെ ബേസ് നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് മിനിറ്റ്സും സെക്കൻഡ്സും ഒക്കെ നമുക്ക് ടൈമിന്റെ നമ്പേഴ്സ് എല്ലാം കൊണ്ടുവരാൻ പറ്റിയിരുന്നത്. ഇവരെന്തായിരുന്നു, സീറോ അന്നും ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. ആ ഭാഗത്ത് അവരെന്ത് ചെയ്തു, അന്ന് എന്തോ ഒരു നമ്പർ ഉണ്ട് എന്നറിയാം, പക്ഷെ അവര് അത് കണ്ടെത്തിയിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ആ ഭാഗം ബ്ലാങ്ക് ആക്കി വിട്ടു. ചൈനീസിന്റെ നമ്പർ സിസ്റ്റം വളരെ എളുപ്പമായിരുന്നു. അവർ 1 to 9 വരെയായിരുന്നു യൂസ് ചെയ്ത് മീൻസ് നമ്പർ യൂസ് ചെയ്തിരുന്നത്. ബേസ് 10 അത് തന്നെയായിരുന്നു. പിന്നെ ബാംബു റോഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഗ്രീക്സ് 500 BC വന്നത്. ഇവർ ആൽഫബറ്റ്സ് യൂസ് ചെയ്യുക, ആൽഫബറ്റിക് ലെറ്റേഴ്സ്, ഇംഗ്ലീഷ് അല്ല, അവരുടെ ആൽഫബറ്റ് യൂസ് ചെയ്തിട്ടായിരുന്നു എന്ത് ചെയ്തത്, നമ്പേഴ്സ് ഡിനോട്ട് ചെയ്തിരുന്നത്. സീറോന് ഒരു സിമ്പലും ഇല്ല. റോമൻ യൂസർ ലെറ്റേഴ്സ് ലൈക്ക് IVXLCDM എന്ന കൗണ്ടിങ്ങിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മായൻസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബേസ് 20 ആയിരുന്നു ഇവരുടെ നമ്പർ സിസ്റ്റം. ഓക്കെ, ബേസ് 20 എന്ന് വെച്ചാൽ ഇത് ബേസ് എന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ സീറോ മീൻസ് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 9 വരെ. ഇപ്പൊ ബേസ് 10 ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1 to 9 അല്ലെ, 0 to 9 വരെ ആണെങ്കിൽ ബാക്കി ഏത് നമ്പറും നമ്മൾ 11, 15, 100, 200 ഏത് എടുത്താലും ഈ 0 to 9 ഇടയിലുള്ള നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി നമ്പേഴ്സിന് റെപ്രസെന്റ് ചെയ്യുന്നത്. അല്ലെ, ഇപ്പോ 200 എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, 0 to 9 വരെ ഒരു നമ്പർ എടുക്കും 2, പിന്നെ എന്ത് ചെയ്യും, 00 യൂസ് ചെയ്ത് 200 ആയി. അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരുന്നു ബാക്കി നമ്പേഴ്സ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്. അതേപോലെ അപ്പോ
മീൻസ് ഇതിനൊരു ലിമിറ്റ് 10 വരെ ഉള്ളൂ യൂണീക് നമ്പേഴ്സ്. 10 കഴിഞ്ഞ് ബാക്കിയുള്ളതിന്റെ ഇതിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരിക്കും ബാക്കി നമ്പേഴ്സ് കണ്ടെത്തുന്നത്. അതാണ് ബേസ് എന്ന് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ബേസ് 20 ആയിരുന്നു. ഇവരെങ്ങനെയാണ് ആ 20 കൊണ്ടുവന്നത്? അവർ ബേസ്ഡ് ഓൺ ഫിംഗേഴ്സ് കാലുള്ള കയ്യിലുള്ള വിരലുകൾ വെച്ചിട്ടായിരുന്നു അവർ എന്ത് ചെയ്യുന്നത്? ബേസ് 20 കൊണ്ടുവന്നത്. പിന്നെ അടുത്തത് ഹിന്ദു അറബിക് സിസ്റ്റം. അത് നമ്മൾ ഇന്ത്യക്കാരാണ് അത് കൊണ്ടുവന്നത്. ഇതും ബേസ് 10 ആയിരുന്നു. ഇന്ത്യക്കാരായിരുന്നു സീറോ എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ വാസ് അഡോപ്റ്റഡ് ഗ്ലോബലി ആൻഡ് ഇസ് ദ സിസ്റ്റം വി യൂസ് ടുഡേ. അപ്പോൾ ഈ സീറോ എന്ന ഒരു വട്ടം അല്ലെ, സീറോ, അത് ഇന്ത്യക്കാർ കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് വാസ് ഗ്ലോബലി അക്സെപ്റ്റഡ്. എല്ലാവരും എന്ത് ചെയ്തു? അത് അക്സെപ്റ്റ് ചെയ്തു. യെസ്, അപ്പോൾ അതായിരുന്നു ഒരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറയാനുള്ളത്. സീറോ കണ്ടെത്തി. ഇനി അടുത്തത് കമ്പ്യൂട്ടിംഗ് മെഷീൻ. നമ്മൾ കമ്പ്യൂട്ടിംഗ് എവല്യൂഷൻ പഠിച്ചു. ഇനി കമ്പ്യൂട്ടിംഗ് മെഷീന്റെ എവല്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ടൂൾസ്. ഈ അബാക്കസ് ഒരു എക്സാമ്പിൾ ആണ് കമ്പ്യൂട്ടിംഗ് മെഷീന്റെ. അപ്പൊ നമുക്ക് ഈ കാൽക്കുലേഷൻസ്, നമ്പർ സിസ്റ്റം വെച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അവരുടെ ഇനി ഇതിന്റെ എവല്യൂഷൻ എങ്ങനെയായിരുന്നു? ആദ്യം അബാക്കസ് ആയിരുന്നു. അബാക്കസ് എന്ന് പറയുന്നത് മെസോപ്പൊട്ടോമിയൻസ് ആണ് കൊണ്ടുവന്നത്. ഇവര് റോഡ്സ് ആൻഡ് ബീഡ്സ്, സ്ലേറ്റിലുള്ള ആ ബീഡ്സ് ഇല്ലേ, അതായിരുന്നു ആ ടൂൾ എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്പർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും, ആ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ടാണ് പോയിന്റ്സ് ആയിട്ട് എഴുതി. അങ്ങനെ എടുത്ത് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ, വർക്ക് ബേസ്ഡ് ഓൺ പ്ലേസ് വാല്യൂ. ഇനി എന്താ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് 2350 ഇത് കാണിച്ചു കൊടുക്കണം. ആദ്യം സീറോ മീൻസ് വൺസ് പ്ലേസിൽ സീറോ ആണ്. അപ്പൊ നമ്മൾ ഒരു ബീഡ്സ് എന്ത് ചെയ്യുന്നില്ല, അപ്പ് ആൻഡ് ഡൗൺ ഒന്നും ചെയ്യുന്നില്ല, ഒക്കെ അതേപോലെ വെക്കും. ഓക്കെ, അത് സീറോ ആണെന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ ഈ 2250 ഓക്കെ 2450 അങ്ങനെ 2450 ആണെങ്കിൽ അഞ്ചിൽ നിന്ന് എന്ത് ചെയ്യും? മേലത്തെ ഒരു ബീഡ് താഴത്തോട്ടാക്കും. അപ്പൊ അത് 5 റെപ്രസെന്റ് ചെയ്യും. പിന്നെ അടുത്ത 100 പ്ലേസിൽ വരും. 100 പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട. അപ്പൊ താഴത്തെ ബീഡ്സ് എടുത്തിട്ട് 1 2 3 4. താഴത്തെ ലെവൽ എന്ന് പറയുന്നത് എല്ലാ ബീഡ്സിനും 1 പോയിന്റ് ആണ്. മേലത്തെ എന്ന് പറഞ്ഞാൽ ഒന്നിന് 5 പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ 2 ബീഡ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ 10 പോയിന്റ് ആണ് ടോട്ടൽ വരിക. പിന്നെ അതേപോലെ 2 എന്ന് വെച്ചാൽ 1 2 അപ്പുറത്തെ നമ്മൾ 1000 പ്ലേസിലുള്ള 2 ബീഡ്സിന് എന്ത് ചെയ്യും? മുകളിലോട്ടാക്കുന്നു. അപ്പൊ ചൈനീസ് എന്ത് ചെയ്തു? അബാക്കസും കുറച്ച് ഇമ്പ്രൂവ് ചെയ്തു, 2 സെക്ഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഒരു വയറിൽ 2 ബീഡ്സ് വരുന്നത് പോലെ. ഓക്കെ, ഇനി അപ്പർ 2 സെക്ഷൻ 5 പോയിന്റ്സ് വെച്ചിട്ടായിരുന്നു ഓരോ ബീഡിനും. ലോവർ സെക്ഷനിൽ വന്നിട്ട് ലോവർ 5 ബീഡ്സ് ഉണ്ടായിരുന്നു, അത് 1 പോയിന്റ് വെച്ചിട്ടായിരുന്നു. ഇപ്പോൾ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ വേർ ഡൺ ബൈ മൂവിങ്, ബീഡ്സിനെ മൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരുന്നത്. ഇനി നൈഫർ ബോണ് ഇതുണ്ടാക്കിയത് ജോൺ നൈഫർ ആയിരുന്നു, ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു. ഇനി 1617 വർഷത്തിലായിരുന്നു ചെയ്തിരുന്നത്. ലാർജ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നൈഫർ ബോൺസ് ജോൺ നൈഫർ ഈ നൈഫർ ബോൺസ് എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇതെന്താന്ന് വെച്ചാൽ എ സെറ്റ് ഓഫ് നമ്പേർഡ് റോഡ് അല്ലെങ്കിൽ ബോൺസ് എന്ന് പറയും, റെപ്രസെന്റിങ് നമ്പേഴ്സ് 0 to 9 ആൻഡ് 1 എക്സ്ട്രാ ഫോർ മൾട്ടിപ്ലയർ. ഓക്കെ, അപ്പോ ഇതൊരു ചാർട്ട് പോലെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേർഡ് റോഡ്സ് ആണ്. നമ്മൾ ഇവിടെ നമ്പറും ഈ ഭാഗത്തൊരു നമ്പർ. അപ്പൊ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് നമ്പറിനെ കൊണ്ട് എങ്ങനെ ഇപ്പോ 4,56,780 പറഞ്ഞ നമ്പറാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടെങ്കിൽ ഈ 4,00,000 സംതിങ് ഞാൻ പറഞ്ഞല്ലോ, അത് മേലെ അറേഞ്ച് ചെയ്യുന്ന പോലെ വെക്കുക. ഈ 7 എവിടെയാ വരുന്നത് നോക്കി, ഈ 5 എവിടെ? ഈ 5 ഇവിടെ. ഈ 5ന് നേരെയുള്ള നമ്പർ ആയിരിക്കും എന്ത് ചെയ്യുക? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ഡയഗണലിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യും. അതിന്റെ അറ്റത്ത് വരുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് അതേപോലെ പ്ലേസ് ചെയ്യും, അതിന് ആഡ് ചെയ്യില്ല. ഓക്കെ, ഇതാണ് അതിന്റെ ഫോർമാറ്റ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ നൈഫർ ഓൾസോ ഇൻവെന്റഡ് ലോഗരിതംസ് ഇൻ 1614. ഓക്കെ, പിന്നെ അടുത്ത പാസ്കലൈൻ. ബ്ലേസ് പാസ്കൽ ആണ് കൊണ്ടുവന്നത്. ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ആയിരുന്നു. 1642. അദ്ദേഹം 19ാമത്തെ വയസ്സിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷനും സബ്സ്ട്രാക്ഷനും ഈ പാസ്കലൈൻ പറയുന്ന മെഷീൻ കമ്പ്യൂട്ടിംഗ് ഡിവൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഡീഷനും സബ്സ്ട്രാക്ഷൻ എന്താണ്? പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, പെട്ടെന്ന് തീർക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് കൊണ്ടുവന്നത്. ഇതിനെന്തുണ്ടായിരുന്നു? വീൽസും ഗിയേഴ്സും വെച്ചിട്ടായിരുന്നു ഒരു കാൽക്കുലേറ്റർ പോലെ. കാൽക്കുലേറ്റർ തന്നെ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള ഒരു വലിയൊരു കാൽക്കുലേറ്റർ. ഇതിന് വീൽസ് ഉണ്ട്, ഗിയേഴ്സ് ഉണ്ട്. ഓക്കെ, മെക്കാനിക്കൽ കാൽക്കുലേറ്റർ പോലെ. പിന്നെ നമ്മൾ ഈ വീൽസ് തിരിക്കുമ്പോഴായിരിക്കും നമ്പർ എന്ത് ചെയ്യുന്നത്? ഈ ഡ്രമ്മിലോട്ട് വരുന്നത്. കുറെ ഹോൾസ് ഉണ്ട്, ആ ഹോൾസിലേക്ക് നമ്പർ എന്ത് വരുന്നത്. അപ്പോൾ നമ്മൾ 9 കഴിഞ്ഞു കഴിഞ്ഞാൽ മെഷീൻ അത് മനസ്സിലാവും, ഇനി അടുത്ത് പോകുന്നത് 10ലോട്ടായിരിക്കും. അപ്പൊ 0 അവിടെ വെച്ചിട്ട് ഒന്ന് ക്യാരി അപ്പുറത്തെ ഡ്രമ്മിലോട്ട് കൊടുക്കും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി ക്യാരി ഓവർ ഒക്കെ
നടത്തിയിട്ടുണ്ടായിരുന്നു. മീൻസ് നെക്സ്റ്റ് വീലിലോട്ട് കൊണ്ടുവരുന്ന പോലെ. ഓക്കെ, ഓട്ടോമാറ്റിക്കലി. അതായിരുന്നു പാസ്കലൈന്റെ ഒരു പ്രത്യേകത എന്ന്. ഓക്കെ, അപ്പൊ ഇനി ലെയ്ബ്നിസ് കാൽക്കുലേറ്റർ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, കാൽക്കുലേറ്റർ ആണ്. സ്റ്റെപ്പ് റെക്കോണർ, അല്ലെങ്കിൽ അതാണ് പേര് പറയാം. ആരാണ് ഇത് ഉണ്ടാക്കിയ ഇൻവെൻഷൻ, ഇത് ഇൻവെന്റ് ചെയ്തത് ഗോട്ട് ഫ്രൈഡ് വിലം വോൺ ലെബിനിസ്. അത് നിങ്ങൾക്ക് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യാം, എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, 1673 ഈ വർഷത്തിലായിരുന്നു, 1673 വർഷത്തിലായിരുന്നു ഇദ്ദേഹം ഈ കാൽക്കുലേറ്റർ ഉണ്ടാക്കുന്നത്. ഇത് മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ദാറ്റ് കുഡ് ആഡ്, സബ്സ്ട്രാക്ട്, മൾട്ടിപ്ലൈ, ഡിവൈഡ്. ഇതാ ഈ ഒരു മെക്കാനിക്കൽ കാൽക്കുലേറ്റർ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് കറണ്ട് ഒന്നും വേണ്ട തന്നെ. അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, കറണ്ട് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. ഇതിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാൽക്കുലേറ്ററിന്റെ പർപ്പസ്. ഇപ്പൊ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്യും, കാൽക്കുലേഷൻസും ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ ഒരു കാൽക്കുലേറ്ററിന്. പിന്നെ ഇതിന്റെ ടെക്നോളജീസ്, ഇതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്ത കോമ്പോണൻസ്, ഡ്രം ഷേപ്ഡ് ഗിയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാൽക്കുലേറ്ററിന്. മെയിൻ പോയിന്റ് ആണ്, വിച്ച് വർ ലേറ്റർ യൂസ്ഡ് ഇൻ മെനി ഫ്യൂച്ചർ കാൽക്കുലേറ്റേഴ്സ്. അപ്പോൾ ഡ്രം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ഈ ലെബ്നിസ് കാൽക്കുലേറ്റർ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ലെബ്നിസ് കാൽക്കുലേറ്റർ ഡ്രം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, അടുത്തത് ജാഗോഡ് ലൂമ്. ഇദ്ദേഹം അത് അടുത്ത മെഷീൻ, ഒരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് ആണ്. ഇത് ഉണ്ടാക്കിയത് ജോസഫ് മേരി ജാക്കോഡ് ആണ് 1801. ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എ ലൂം ഫോർ മേക്കിംഗ് ടെക്സ്റ്റൈൽസ് വിത്ത് കോംപ്ലക്സ് പാറ്റേൺ. ടെക്സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണിയല്ല, ഇത് ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻസൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പാറ്റേൺ, കോംപ്ലക്സ് നല്ല കഷ്ടമുള്ള ഒരു പാറ്റേൺ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അതിന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഓക്കെ, അതിനായിരുന്നു ഈ ഒരു ജാക്കോഡ് ലോമ. ഇതിലെ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ച്ഡ് കാർഡ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പഞ്ച്ഡ് കാർഡിന്റെ ഹോൾ ആയിരിക്കും ഡാറ്റ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇത് ഒരു ഇരുമ്പ് അല്ലെങ്കിൽ എന്തോ ഒരു ചീട്ട് പോലത്തെ സാധനമാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ഹോൾസ് കൊടുക്കുമ്പോൾ അപ്പം മനസ്സിലാവും, ഓക്കെ ഇത് ഇന്ന ഡാറ്റയാണ്. ഓക്കെ, അപ്പോഴാണ് ഈ പാറ്റേൺ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പഞ്ച്ഡ് കാർഡ്സ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ജാക്കോഡ് ലൂം വർക്ക് ചെയ്തിരുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ ലേബർ, നമുക്ക് ഒരുപാട് മെക്കാനിക്കൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഹ്യൂമൻ അത്ര എഫേർട്ട് ഇല്ല മറ്റ് കമ്പ്യൂട്ടിംഗ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഇവിടെ പാറ്റേൺസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റീയൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരേപോലത്തെ പാറ്റേൺ വീണ്ടും വരുന്നുണ്ടെങ്കിൽ, ഇത് മുന്നേ ചെയ്തതാണല്ലോ, അതിന്റെ സൊല്യൂഷൻ എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ മുന്നേ ചെയ്തതെല്ലാം ഒരു മെമ്മറി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും ഈ ജാക്കോഡിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് തേർഡ് പോയിന്റ്, സ്റ്റോർഡ് ഇൻഫർമേഷൻ മേക്കിംഗ് ഇറ്റ് ഏർലിയർ ഫോം ഓഫ് ഡാറ്റ സ്റ്റോറേജ്. അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ഇവിടെ എന്തുണ്ടായിരുന്നു, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ജാക്കോഡ് ലൂമിൽ. അപ്പോൾ ചാൾസ് ബാബേജും ഹെർമൻ ഹോൾറിറ്റും രണ്ട് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരിക്കും. ഇത് ഈ ഇൻവെൻഷൻ ഭയങ്കര ഒരു എന്തുണ്ടായിരുന്നു, ഒരു ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. യെസ്, നല്ലൊരു ഇൻവെൻഷൻ ആണ്. ഓക്കെ, അങ്ങനെ ഡിഫറൻസ് എഞ്ചിൻ ഇത് ഇൻവെന്റ് ചെയ്തത് ചാൾസ് ബാബേജ് ആണ് 1822. ഇത് പർപ്പസ് എന്ന് പറയുന്നത്, ദ മെഷീൻ ടു പെർഫോം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഓട്ടോമാറ്റിക്കലി. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് തന്നെ താൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മെഷീനാണ് ഡിഫറൻഷ്യൽ എഞ്ചിൻ. ഓക്കെ, സ്വന്തമായിട്ട് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ചെയ്യാം ഉണ്ടാക്കിയൊരു ഒരു മെഷീനാണ് ഡിഫറൻഷ്യൽ എഞ്ചിൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഹ്യൂമൻസിന് വെറുതെ മാത്സ് കാൽക്കുലേഷൻ ടാസ്ക് ചെയ്യേണ്ട കാര്യമില്ല. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ജോലി പുതിയതാണെങ്കിൽ ചെയ്യാം, അല്ലാതെ ഒരിക്കൽ ചെയ്തതാണെങ്കിൽ വെറുതെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഹ്യൂമൻ ലേബർ കുറച്ചു. പിന്നെ റിസൾട്ട് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. വാസ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് മോഡേൺ കമ്പ്യൂട്ടർ. ആധുനിക കമ്പ്യൂട്ടറിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു ഈ ഒരു മെഷീൻ, ഈ ഒരു കണ്ടുപിടുത്തം ചാൾസ് ബാബേജിന്റെ. ലേറ്റർ ലീഡ് ടു ദ ഐഡിയ ഓഫ് ബെറ്റർ മെഷീൻ, ദ അനാലിറ്റിക്കൽ എഞ്ചിൻ കേപ്പബിൾ ഓഫ് ഡൂയിങ് എനി കൈൻഡ് ഓഫ് കാൽക്കുലേഷൻ. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഓട്ടോമാറ്റിക്കൽ ചെയ്യുന്നത് പോലെ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചാൾസ് ബാബേജ് ഈ ഒരു ഡിഫറൻഷ്യൽ എഞ്ചിനിൽ നിന്നിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് അനാലിറ്റിക്കൽ എഞ്ചിൻ, ഇതിന്റെ അഡ്വാൻറ്റേജും ഇതിന് കുറച്ച് പോരായ്മകളെ നികത്താൻ വേണ്ടിയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ്, വേറൊരു കമ്പ്യൂട്ടിംഗ് ഡിവൈസ് അടുത്തത് ഞാൻ പറയാൻ പോകുന്നുണ്ട്, അതിനെ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചാൾസ് ബാബേജിനെ നമുക്ക് എന്തായിട്ട് അറിയപ്പെടുന്നു, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആണ് ചാൾസ് ബാബേജ്. അനാലിറ്റിക്കൽ എഞ്ചിൻ, ഓക്കെ, ഇതിന്റെ ഒരു ഇൻഹെറിറ്റഡ് വേർഷൻ, ഇതിന്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ്. ഓക്കെ, അപ്പൊ അനാലിറ്റിക്കൽ എഞ്ചിന് എല്ലാ അരിത്തമാറ്റിക് കാൽക്കുലേഷൻസും ചെയ്യും. പിന്നെ ജനറൽ പർപ്പസ് കാൽക്കുലേഷൻസും കമ്പ്യൂട്ടേഷനും ചെയ്യാൻ സാധിക്കും ഈ അനാലിറ്റിക്കൽ എഞ്ചിൻ വെച്ചിട്ട്. ഹാഡ് എ സ്റ്റോർ നമ്പേഴ്സ് ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്. മെമ്മറി ഉണ്ടായിരുന്നു, നമുക്ക് ഇന്റർമീഡിയറ്റ് റിസൾട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഇടയിൽ കുറച്ച് നമ്പേഴ്സ് കിട്ടുമല്ലോ,
ഇന്റർമീഡിയറ്റ് റിസൾട്ട്. പിന്നെന്താണ്, പ്രോസസർ ഉണ്ടായിരുന്നു അരിത്തമെറ്റിക് കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുന്നിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിന് മില്ല് എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രോസസറിന്റെ പേര്. പിന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ് വേർ ഇൻ ദ ഫോം ഓഫ് പഞ്ച്ഡ് കാർഡ്സ് കണ്ടെയ്നിങ് ഇൻസ്ട്രക്ഷൻ. ഐ അല്ല, ഇൻ ആണ്. ഓക്കെ. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും എന്താണ് പഞ്ച്ഡ് കാർഡ്സ് രൂപത്തിലായിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ ഡിവൈസിന് കൊടുത്തിരുന്നത് പഞ്ച്ഡ് കാർഡ് രൂപത്തിലാണ്, ഇൻസ്ട്രക്ഷൻസും പഞ്ച്ഡ് കാർഡ് രൂപത്തിലാണ്. പഞ്ച് എന്ന് വെച്ചാൽ ഹോൾസ് ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ ഡാറ്റ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോമ്പിനേഷൻ, ഹോൾസ് ഉള്ളത് ഇല്ലാത്തതിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടായിരുന്നു ഡാറ്റ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരുന്നത്. ഓക്കെ, അന്നത്തെ കാലത്ത്. അപ്പോൾ ഡിഫറൻഷ്യൽ എഞ്ചിനും അനാലിറ്റിക്കൽ എഞ്ചിനും കൊണ്ടാണ് ചാൾസ് ബാബേജിന്റെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയപ്പെടുന്നത്. പിന്നെ ഹോളറിക്സ് മെഷീൻ അത് ഉണ്ടാക്കിയിരുന്നത് ഹെർമൻ ഹോളറിത്ത് ആയിരുന്നു. 1887 ഉണ്ടാക്കിയത്. ഇതായിരുന്നു ആദ്യത്തെ ഇലക്ട്രോ മെക്കാനിക്കൽ പഞ്ച്ഡ് കാർഡ് ടാബുലേറ്റർ. മുന്നൊക്കെ നമ്മൾ മെക്കാനിക്കലായിരുന്നു ഉണ്ടാക്കിയതെന്ന്, ഇപ്പോ ഇലക്ട്രോണിക്കും കൂടി വന്നിട്ടുണ്ടായിരുന്നു. കറണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസ് കൊണ്ടുവരാം. ഇതിന്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ട് വന്നിരുന്നത് എന്താണ്, പഞ്ച്ഡ് കാർഡ്സ് തന്നെയാണ്. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം എഴുതി ഈ പ്രോഗ്രാമിന് ഡാറ്റയാണ് പഞ്ച്ഡ് കാർഡ്സ്. നമ്മൾ ഇൻപുട്ട് ആയിട്ട് കമ്പ്യൂട്ടറിന് ഡാറ്റ കൊടുക്കും, പഞ്ച്ഡ് കാർഡ്സ് ഔട്ട്പുട്ട് ആയിട്ട് പഞ്ച്ഡ് കാർഡ്സ് കിട്ടും. ഓക്കെ. അപ്പോൾ ദ ഗ്രേറ്റസ്റ്റ് ബ്രേക്ക് ത്രൂ ഓഫ് ഹിസ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ടു റീഡ്, കൗണ്ട് ആൻഡ് സോർട്ട് പഞ്ച്ഡ് കാർഡ്സ് ഹൂസ് ഹോൾസ് റെപ്രസെന്റ് ഡാറ്റ. ഇതാണ് ഒരു ചരിത്ര സംഭവം പോലെ. ഓക്കെ, ഒരു ഏറ്റവും വലിയ ചരിത്രം പോലെ നമുക്ക് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടും എന്ത് ചെയ്യാം, കമ്പ്യൂട്ടിംഗ് ഡിവൈസ് നിർമ്മിക്കാം എന്നൊരു കാഴ്ചപ്പാടിലോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഹെർമൻ ഹെലോറിത്താണ് ഇത് കൊണ്ടുവന്നത്. അടുത്ത മാർക്ക് വൺ ഇൻവെന്റ് ചെയ്തത് ഹോവാർഡ് ഐക്കണും പിന്നെ IBMലെ എഞ്ചിനീയേഴ്സും ചേർന്നിട്ടാണ്. ഇത് 1994 ഇത് ചെയ്തിരുന്നത്. ഓക്കെ, ഇതൊരു ഏറ്റവും വലിയ ഓട്ടോമാറ്റിക് ഇലക്ട്രോ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ആണ്. ഒരു റൂമിന്റെ വലുപ്പം ഉണ്ടാവും. ഓക്കെ, ഇത് ചാൾസ് ബാബേജ് അനാലിറ്റിക് എഞ്ചിന്റെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് 1 വന്നത്. ഇത് 23 ഡെസിമൽ പോയിന്റ്സിന് എന്ത് ചെയ്യും, ക്യാപ്ചർ ചെയ്യും. ഓക്കെ, 23 ഡെസിമൽ പോയിന്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്യും, കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യും. നല്ല അക്യൂറേറ്റ് കാൽക്കുലേഷൻസ് ആയിരുന്നു വന്നത്. മീൻസ് 23 ഡെസിമൽ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്പേഴ്സ്. ഓക്കെ, 23 വരെ നമ്പർ ഉണ്ടെങ്കിലും അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ടായിരുന്നു. പിന്നെ ഓൾസോ പെർഫോം ലോഗരിതമിക് ആൻഡ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും ഇത് ഈ മാർക്ക് 1 വെച്ച് ചെയ്യാൻ പറ്റിയിരുന്നായിരുന്നു. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പേപ്പർ ടേപ്പ് റീഡർ. പേപ്പർ ടേപ്പ് അല്ല, പേപ്പർ ടേപ്പിൽ എഴുതിയിട്ടുള്ള ഡാറ്റിനെ റീഡ് ചെയ്യാനുള്ള ഒരു കോമ്പോണന്റ് ഉണ്ടായിരുന്നു. കാർഡ് റീഡർ, കാർഡിലുള്ള ഇൻഫർമേഷൻ റീഡ് ചെയ്യാനുള്ള ഒരു കോമ്പോണന്റ്, ഒരു മെഷീൻ ഉണ്ടായിരുന്നു. പിന്നെ കാർഡിൽ പഞ്ച് ചെയ്യാനുള്ള മെഷീൻ ഉണ്ടായിരുന്നു. ടൈപ്പ് റൈറ്റർ, നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ സെക്ഷൻ, മീൻസ് ആദ്യത്തെ ചാപ്റ്ററിലുള്ള ഒരു ഹാഫ് മൊഡ്യൂൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്താണ് എടുക്കേണ്ടത്, ഇനി നെക്സ്റ്റ് പാർട്ട് ഉടനെ വരുന്നതായിരിക്കും. ആൻഡ് സി യു, ബൈ ബൈ, ടേക്ക് കെയർ.